ഷൈൻ ടോം ചാക്കോയുടെ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു. കേസിൻ്റെ അന്വേഷണം നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. ആ സാമ്പിൾസ് എല്ലാം FSLലേക്ക് അയച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വരണം. വന്നിട്ട് ശേഷം നമുക്ക് ആവശ്യമുള്ള നടപടിക്രമങ്ങൾ എടുക്കും. അതുപോലെ അതോടൊപ്പം നമ്മൾ മറ്റ് ഏരിയാസിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. സാക്ഷികൾ കണ്ട് ചോദിക്കുക, മറ്റ് വിഷയങ്ങൾ നോക്കുക എന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് നമ്മൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ വിളിപ്പിച്ചിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. അങ്ങനെയാണ് ആ പുള്ളിക്ക് നോട്ടീസ് കൊടുത്തിട്ട് അയച്ചത്. പുള്ളി അദ്ദേഹം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. സോ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വിശദമായ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വിളിപ്പിക്കാം ആവശ്യമുണ്ടെങ്കിൽ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. തിയോഫിൻ, പുട്ട വിമലാദിത്യ പറഞ്ഞത് ഷൈൻ ടോം ചാക്കോ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, പക്ഷേ പറയുന്നതൊന്നും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. പ്രധാനമായി അന്ന് ആ മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിൽ നിന്ന് വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയതടക്കമുള്ള കാര്യങ്ങളിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ഗുണ്ടകളെ കണ്ട് പേടിച്ചോടി ആണെന്നുള്ളത് പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തൊക്കെയാണ് കമ്മീഷണർ എന്ന് പറഞ്ഞ മറ്റു കാര്യങ്ങൾ? സിജു, അതായത് സിജു സൂചിപ്പിച്ചതുപോലെ ആ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുമ്പോൾ പിന്നീട് പോലീസ് ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഗുണ്ടകളാണെന്ന് കരുതി താൻ ഇറങ്ങി ഓടി എന്നാണ്. ആ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. തന്നെയുമല്ല, പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പോലീസ് അങ്ങനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. പക്ഷേ കമ്മീഷണർ പറയുന്നൊരു വിഷയം, അന്വേഷണ സംഘത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും ഹാജരാകാൻ തയ്യാറാണ്. വേണമെങ്കിൽ വിളിച്ചാൽ ഒരു ദിവസം മുന്നേ തന്നെ വേണമെങ്കിൽ വരാൻ തയ്യാറുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും പെട്ടെന്ന് വിളിച്ചു വരുത്തി ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ വിളിച്ചു വരുത്തേണ്ടി വരും. ആവശ്യമെങ്കിൽ വിളിച്ചാൽ വരാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ആ നിലയിലാണ് കാര്യങ്ങൾ. അന്വേഷണത്തിൻ്റെ പുരോഗതി വിലയിരുത്തിയ ശേഷം അന്വേഷണ സംഘം ആലോചിച്ചാകും ഇനി എപ്പോൾ വിളിച്ചു വരുത്തണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇന്ന് അന്വേഷണ സംഘത്തിൻ്റെ യോഗവും നടക്കുന്നുണ്ട്. തന്നെയുമല്ല, അതോടൊപ്പം തന്നെ ഈ മറ്റ് ലഹരി ഇടപാടുകാരുമായി എന്തെങ്കിലും ബന്ധം ഷൈൻ ടോം ചാക്കോയ്ക്കുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ലഭിക്കാനുണ്ട്. മറ്റൊന്ന്, ലഹരി ഉപയോഗിച്ചു എന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു എങ്കിൽ കൂടി അത് പൂർണ്ണമായും പോലീസിനിപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ പ്രയാസമുണ്ട്. കാരണം ശാസ്ത്രീയമായ തെളിവുകളുടെ ഒരു അഭാവമുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയിട്ടുള്ളതിൻ്റെ പരിശോധനാ ഫലം ലഭ്യമാകുന്നതിന് 1 മാസത്തോളം അടുത്ത സമയം വേണ്ടിവരുമെന്നൊരു വിവരവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ഇതിൻ്റെ ഫലം ലഭ്യമായ ശേഷം തുടർ നടപടികളിലേക്ക് പോകാമെന്ന നിലയിലാണ്. അതാണ് പോലീസ് ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലേക്ക് ഈ വേറൊരു ലഹരി ഇടപാടുകാരനെ, ഷജീർ എന്ന ലഹരി ഇടപാടുകാരനെ അന്വേഷിച്ചാണ് പോലീസ് ആ ഹോട്ടലിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത്. അയാളും ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള ബന്ധം പോലീസിനത് ലഹരി ഇടപാടുമായി കണക്റ്റഡ് ആണ്. ഷൈൻ ടോം ചാക്കോ ഗൂഗിൾ പേ വഴി നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഈ 3 പേർ, ഒന്ന് പാലക്കാട്ടുകാരനായ സുഹൃത്ത് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പണം നൽകിയത് ആർക്ക്, ആ പണം നൽകിയ ആൾക്ക് ലഹരി ഇടപാടുമായി ബന്ധമെന്ത്, ഇക്കാര്യങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടാകണമല്ലോ. അത് സംബന്ധിച്ച് കമ്മീഷണർ എന്തെങ്കിലും പറഞ്ഞോ? സിജു, പോലീസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, അതായത് നേരത്തെ ഒരു കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനുണ്ടായ ഒരു പ്രതിസന്ധിയുണ്ട്. പിന്നീട് കോടതി ആവശ്യമായ തെളിവുകൾ നിങ്ങൾ എന്തുകൊണ്ട് ശേഖരിച്ചില്ല എന്ന് ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി നിലനിൽക്കുന്ന തെളിവുകൾ വെച്ച് മാത്രമാണ് അന്വേഷണവും കേസെടുക്കലുമൊക്കെയായി മറ്റുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രാഥമികമായുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പോലീസ് പറയുന്നില്ല. അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്നാണ് കമ്മീഷണർ പറഞ്ഞത്. അതേസമയം സമാന്തരമായി തന്നെ സിനിമാ മേഖലയിൽ ഈ ലഹരി ഇടപാടുകാർക്ക് ഷൈൻ ടോം ചാക്കോയുമായി അടുപ്പമുള്ളവരുണ്ടെങ്കിൽ അവർ ലഹരി ഇടപാടുകാരാണോ എന്നും അവരുമായി സാമ്പത്തിക ഇടപാട് സൂചിപ്പിച്ച ആ സാമ്പത്തിക ഇടപാട് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നാണ്. ഏത് തരത്തിലുള്ള പരിശോധനയാണ് ഉദ്ദേശിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്തിയോ കമ്മീഷണർ?
സിജു, അതായത് സിനിമാ മേഖലയിൽ ലഹരി ഇടപാടുകളുണ്ട്, ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്, ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിശ്ചയമായും പലതവണ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് പോലീസ് ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയും ചെയ്യും. പക്ഷേ ഈ ലഹരി ഇടപാടുകാർക്ക് സിനിമാ മേഖലയിലുള്ളവരുമായി ലഹരി ഇടപാടുകളുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം പോലീസിന് ലഭിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ച ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. എന്തായാലും ശരി തിയോഫിൻ, ഏതായാലും അതായത് ഈ ഷജീർ ഷൈൻ ടോം ചാക്കോ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, എന്നാൽ പറയുന്ന മൊഴികൾ വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്ത വിവരങ്ങളാണ് തിയോഫിൻ നൽകുകയും ചെയ്തത്.